കുവൈറ്റ് സിറ്റിയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ 40 വർഷമായി തലയെടുപ്പോടുകൂടി നിൽക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ആരാധനാലയമായ ഗ്രാൻഡ് മോസ്കിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനിയുള്ള യാത്ര. രാജ്യത്തിന്റെ ലാൻഡ്മാർക്കായിട്ടുള്ള പല കെട്ടിടങ്ങളും ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് കാണാം. അവയിലൊന്നാണ് നാഷണൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഈ കെട്ടിടം. അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഈ റോഡ് ചെന്നെത്തുന്നത് കടൽ തീരത്തേക്കാണ്. ഈ കാണുന്ന ഡബിൾ ഡെക്കർ ബസ്സുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗമായി കടൽ തീരത്തിലൂടെയുള്ള ഈ യാത്ര നമ്മുടെ ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. മരുഭൂമിയുടെ മണ്ണിന്റെ നിറത്തിൽ ചാലിച്ചെടുത്ത നിറങ്ങളാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക്. ആ നിറം തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം ഇവിടെ വീശിയടിക്കുന്ന പൊടിക്കാറ്റുകളും കൂടി ഒരു കാരണമാണ്. നീലക്കടൽ തീരത്ത് ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ സ്വർണ്ണമകുടത്തോടുകൂടി നിൽക്കുന്ന ഈ പാലസ് ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിൽ നേരിട്ട് മിസൈലുകൾ വന്നു പതിച്ച് വീരപരിവേഷം കൂടി ഈ കാണുന്ന സേഫ് പാലസിനുണ്ട്. ഇന്ന് ഗവൺമെന്റ് ഓഫീസുകളായി പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിന്റെ എതിർഭാഗത്താണ് ഗ്രാൻഡ് മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. ഗൈഡിന്റെ സഹായത്തോടു കൂടി നടുമുറ്റം പോലുള്ള ഈ ഒരു വഴിയിലൂടെയാണ് വിശുദ്ധ ഹാളിലേക്ക് പ്രവേശിക്കേണ്ടത്. അകത്തളങ്ങളിലെ നിറങ്ങൾ പിന്തുടർന്നിരിക്കുന്നത് ആകാശത്തിന്റെയും കടലിന്റെ നീലിമയും മരുഭൂമിയുടെ മണ്ണിന്റെ നിറവുമാണ്. അകത്തളങ്ങളിലെ അലങ്കാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഈ തേക്കുകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ആണെന്നുള്ളത് അഭിമാനകരമാണ്. മൊറോക്കോയിൽ നിന്ന് ടൈലുകളും, ഇറ്റലിയിൽ നിന്ന് മാർബിളുകളും, ഫ്രാൻസിൽ നിന്ന് ഗ്ലാസുകളും, വലിയ ഷാൻലിയറുകൾ ജർമ്മനിയിൽ നിന്നുമാണ് എത്തിച്ചിരിക്കുന്നത്. 7 വർഷം സമയമെടുത്താണ് ഇവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് കാർപ്പറ്റിലെ ഡിസൈൻ പിന്തുടർന്നിരിക്കുന്നത്. സൂര്യന്റെ സങ്കല്പത്തിലാണ് ഈ ഡോമിന്റെ ക്രമീകരണം. ദൈവത്തിന്റെ 99 നാമങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള ഈ ഡോമിന് ശാസ്ത്രീയമായി ഈ ഹാളിന്റെ എല്ലാ വശങ്ങളിലേക്കും ശബ്ദം എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മം കൂടിയുണ്ട്. ഒരേ സമയം 10,000 പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഈ ഹാളിന്റെ ഇടതുവശം സ്ത്രീകൾക്കും വലതുവശം പുരുഷന്മാർക്കും വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. സ്ത്രീകൾക്കുള്ള മതപഠനങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലം കൂടിയാണ് ഈ കാണുന്നത്. പ്രത്യേകത, ഈ 2 മുറികൾ 2 ക്ലാസുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവയുടെ നിർമ്മാണത്തിന്റെ പ്രത്യേകതയാണ് ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് ശബ്ദം പോകില്ല എന്നുള്ളത്. ഖുർആനിന്റെ അക്ഷരങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചാണ് പുറംചട്ടയുടെ നിറങ്ങൾ മാറുന്നത്. കാലിയോഗ്രാഫിയെക്കുറിച്ചും മറ്റ് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഏറ്റവും മനോഹരമായി ഏറ്റവും ഊർജ്ജസ്വലമായിട്ടും നമ്മുടെ ഗൈഡ് നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. ഹാളിലേക്കുള്ള പ്രവേശന സമയത്ത് പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് വസ്ത്രങ്ങളിൽ നിയന്ത്രണങ്ങളൊന്നുമില്ല. എന്നാൽ സ്ത്രീകൾക്ക് ഇവിടെ നിന്ന് നൽകുന്ന ഒരു മേൽവസ്ത്രം ധരിക്കേണ്ടതാണ്. ഇമാമ് നിൽക്കുന്ന മെഹ്റാബ് മക്കയുടെ ദിശയെ സൂചിപ്പിക്കുന്നു. ഈ ദിശയിലേക്ക് നോക്കിയാണ് പ്രാർത്ഥനകൾ നടക്കുന്നത്. 1979-നും 1986-നും ഇടയിൽ ഏകദേശം 14 ദശലക്ഷം കുവൈറ്റ് ദിനാർ ചിലവഴിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എൻ്റെ കൂടെ വന്ന മറ്റൊരു സഞ്ചാരി ബോസ്നിയയിൽ നിന്നാണ്. അദ്ദേഹത്തിനും ഗൈഡ് കൂടുതൽ കാര്യങ്ങൾ വിവരിച്ചു നൽകുന്നുണ്ട്. ഈ കാണുന്നത് പഴയ ഖുറാന്റെയും പുതിയ ഖുറാന്റെയും പകർപ്പുകളാണ്. പ്രധാനപ്പെട്ട വ്യക്തികളെ സ്വീകരിക്കുന്ന ഒരു ഇടമായി വലിയ ഹാളിനോട് ചേർന്നിരിക്കുന്ന ഒരു ചെറിയ ഹാളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഹാളിലെ സീലിങ്ങുകൾ വീണ്ടും 2 വർഷം കൂടി അധികമെടുത്തിട്ടാണ് പൂർത്തീകരിച്ചത്. യാത്രകൾ നമ്മളെ കാഴ്ചകൾ കൊണ്ട് മാത്രമല്ല മാറ്റുന്നത്, കാഴ്ചപ്പാടുകൾ കൂടിയാണ് മാറ്റുന്നത്. ഈ മോസ്കിലേക്ക് എത്തിപ്പെട്ടത് ഒരു നിയോഗം പോലെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മോസ്കിലേക്ക് വരുന്നത്. അത് ഇത്രയും മനോഹരമായിട്ടുള്ള, ഇത്രയും വലിയ, ഇത്രയും ചൈതന്യമുള്ള ഒരു സ്ഥലത്ത് ആണ് തുടക്കം കുറിച്ചത് എന്നുള്ളത് ഇരട്ടി മധുരം നൽകുന്നു. അതോടൊപ്പം തന്നെ ഇതിന് നിയോഗിക്കപ്പെട്ടവരോടും എൻ്റെ പ്രിയപ്പെട്ട ഗൈഡിനോടും എൻ്റെ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും കൂടുതൽ തുറന്ന രീതിയിലേക്ക് മാറ്റി തന്നതിനും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.